ഹലോ, അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ കണ്ണൂക്കാരുടെ സ്വന്തം മുട്ടക്കാരയുടെ റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത്. നമ്മളിത് മുട്ട വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടും ഒക്കെ പണ്ട് മുതലേ ചെയ്ത് വന്നിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്നാക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ മസാല ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് സവാള ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1 സവാളയെ ചേർക്കുന്നുള്ളൂ, 1 മതി. അത് ചെറിയ പീസായിട്ടൊന്ന് നുറുക്കി കട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാണ്. അതുപോലെ തന്നെ 1 പച്ചമുളകും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ മസാലയൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മസാലയാണ്, വലിയ മെനക്കെടൊന്നും ഇല്ല. അപ്പം നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് ഇത് പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് കുട്ടീസിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്ടമാവും. കാരണം പുഴുങ്ങിയ മുട്ട വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു ടേസ്റ്റ് ഉണ്ടാവും കഴിക്കുന്ന സമയത്ത്. അപ്പോൾ ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ ഇതിനകത്തോട്ട് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂണിൻ്റെ 1/2 ടീസ്പൂണിൻ്റെ ഇടയിൽ മതി, കുറേ വേണ്ട. അപ്പോൾ അത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ അത്രയേ ഉള്ളൂ. മുളക് പൊടി ഞാൻ കാശ്മീരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. ഇനി ഈ മസാലയുടെ ആ ഒരു പച്ചമണം മാറുന്നത് ഒന്ന് വഴറ്റിയെടുക്കുക. ഈ ഫില്ലിംഗ് നമ്മൾ 1-2 രീതിയിൽ ചെയ്യാറുണ്ട്. ഉരുളക്കിഴങ്ങ് ചേർത്തിട്ടും ചേർക്കാണ്ടും ഒക്കെ ചെയ്യും. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഇതിൽ മുട്ടയുടെ മഞ്ഞ മാത്രമേ ചേർക്കുന്നുള്ളൂ. നമ്മൾ 6 മുട്ട ഓൾറെഡി പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മഞ്ഞയാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഫില്ലിംഗ് ആണ്. അപ്പോൾ നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓൾറെഡി മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 6 എണ്ണം ഉണ്ടാക്കുന്നുണ്ട്. 6 എണ്ണം വെച്ച് ചെയ്യുമ്പോൾ 12 സ്നാക്ക് ഉണ്ടാവും നമുക്ക്. അപ്പോൾ ഇനി നമുക്ക് 2 മുട്ട വേണം. അതിനകത്തോട്ട് കുറച്ച് ഉപ്പും അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾ എടുക്കുന്ന മുട്ടയുടെ അളവൊക്കെ നിങ്ങൾ എത്ര പേരുണ്ടോ അതിനനുസരിച്ച് എടുത്താൽ മതി. ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കിയേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് മുട്ട മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ അതേ നമ്മുടെ മസാല ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ ഉണ്ട പിടിച്ചെടുക്കാൻ പറ്റുന്നതാണ്. കാരണം മുട്ടയുടെ മഞ്ഞ ചേർത്തുകൊണ്ട് തന്നെ നന്നായിട്ട് നമുക്ക് ബോളാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് മുട്ടയിലൊന്ന് ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. മുട്ട ഞാൻ 2 പീസായിട്ട് ഇങ്ങനെ നടുകെ കട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാത്തിലും നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇതേപോലെ തന്നെ മുട്ടയുടെ മഞ്ഞ ഇരിക്കുന്ന ആ ഒരു സ്ഥലത്ത് ഈ ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാൻ മതി. നമ്മൾ സാധാരണ ബജിയൊക്കെ ചെയ്യാറില്ലേ, അതേപോലെ തന്നെ. അപ്പോൾ നന്നായിട്ട് എല്ലാം നമുക്കൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് കാരയപ്പം ഉണ്ടാക്കുന്ന ചട്ടിയാണ് കേട്ടോ. അപ്പോൾ ഞാനത് എടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ കാരാനാണ് കേട്ടോ പറയുക. സാധാരണ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ചട്ടി തന്നെ. അപ്പോൾ അതിൽ വളരെ കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചിട്ട് നമുക്ക് ഇതേപോലെ മുട്ടയിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മുട്ട ഒന്ന് കവർ ചെയ്തിട്ട് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കുക. എണ്ണ ഒരുപാട് എടുക്കണ്ട, വളരെ കുറച്ച് എണ്ണ എടുത്താൽ മതി. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഇതായിട്ടുള്ള വശം. കാരണം നമ്മൾ എണ്ണയിൽ മുക്കി പൊരിക്കുന്നില്ല, കുറച്ച് എണ്ണ മതി നമുക്ക് ചെയ്യാനായിട്ട്. അപ്പം എല്ലാം വെച്ചതിന് ശേഷം ബാക്കിയുള്ള മുട്ട ഇതിൻ്റെ മേലെ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. മുട്ടയിൽ നന്നായിട്ട് ആ മുട്ടയുടെ വെള്ള ഭാഗത്ത് നന്നായിട്ട് മുട്ട മുക്കിയെടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ മുട്ട പൊട്ടിത്തെറിക്കും, നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചൊന്ന് മാറി നിന്നാൽ മതി. അപ്പോൾ നമ്മുടെ ആ നടുക്കുള്ളതൊക്കെ അതിനകത്തോട്ട് തന്നെ ഒന്ന് ആക്കി കൊടുക്കുക. അതിനുശേഷം ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അതേ അടിവശമൊക്കെ നന്നായിട്ട് നമ്മൾ ആ മുട്ട മിക്സ് ചെയ്തതിലൊക്കെ ഒന്ന് കവറായിട്ട് നല്ലപോലെ മൊരിഞ്ഞിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പം തിരിച്ചിട്ടതിന് ശേഷം പിന്നെ നമുക്ക് ഒരു ജസ്റ്റ് 1-2 മിനിറ്റ് ഒന്ന് വെച്ചാൽ മതി. അപ്പോഴേക്കും നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡിയായി. നല്ല സിമ്പിൾ ആയിട്ടുള്ള സ്നാക്ക് അല്ലേ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് നമുക്ക് ചായയുടെ കൂടെ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമ്മൾ സാധാരണ ബജി കഴിക്കുന്നതിനേക്കാളും വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടക്കുന്ന വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.